കോർപ്പറേഷൻ ഏരിയയിൽ 5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ ഒരു കണ്ടംപററി ഡിസൈൻ ഉൾപ്പെടുത്തി പണികഴിപ്പിച്ച ഒരു വീടാണെന്ന് സെയിലിൽ വന്നിരിക്കുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. അതിഗംഭീരമായിട്ടുള്ള ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെയാണ് വീടിനകത്ത് ചെയ്തിരിക്കുന്നത്. 5 സെൻറ്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് ഇതിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ വീട് കണ്ടംപററി സ്റ്റൈൽ കൂടാതെ തന്നെ അട്രാക്ഷന് വേണ്ടിയിട്ട് നല്ല സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. 5 അടി ടാർ ഫ്രണ്ടേജ് തന്നെയാണ് വീടിന്റെ ഫ്രണ്ടിൽ വരുന്നത്. വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സ് പൈപ്പ് കണക്ഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 250 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം നെട്ടയം എന്നുള്ള സ്ഥലത്താണ് വരുന്നത്. വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതുമാണ്. അപ്പോൾ 5 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റ് പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ മനോഹരമായ വീട് കോർപ്പറേഷൻ ഏരിയയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റ് ഫിനിഷ് ടൈൽസ് നൽകിയിട്ടുണ്ട്. 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഫ്രണ്ടേജിൽ തന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ മെയിൻ സിറ്റ് ഔട്ട്. 7x9 ആണ് സിറ്റ് ഔട്ടിന്റെ ഡയമെൻഷൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലും മാർബിളും ഉൾപ്പെടെയാണ് നമ്മുടെ സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടേജിൽ വരുന്ന വിൻഡോയുടെ പ്രൊജക്ഷൻ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെ തോന്നുന്നുമുണ്ട്. ഈ കാണുന്ന ഫ്രണ്ട് ഡോർ മുഴുവനും പ്ലാവിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. സിറ്റ് ഔട്ടിന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലിവിംഗ് ഏരിയ ആണ് നൽകിയിട്ടുള്ളത്. 16x18 ആണ് ലിവിംഗ് ഏരിയയുടെ ഡയമെൻഷൻ. ഒരു മനോഹരമായ ഒരു TV യൂണിറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഒരു ടെക്സ്ചർ വർക്കൊക്കെ തന്നുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഡെക്കറേഷനായി ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഉപയോഗിച്ചിട്ടാണ് ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വീടിനകത്ത് വന്നിരിക്കുന്ന ഓരോ ഏരിയയും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് പണിതിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നൊരു പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. മനോഹരമായ വിശാലമേറിയ ഡൈനിങ് ഏരിയ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഈ പാർട്ടീഷൻ മുഴുവനും പ്ലാവിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. ഫാൻസി ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടാണ് പാർട്ടീഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 14x12 വരുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ് വീടിന് നൽകിയിരിക്കുന്നത്. കാണുന്നത് പോലെ തന്നെ വിശാലമേറിയ ഒരു സ്പേസ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ഡൈനിങ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു വാഷ് കൗണ്ടർ ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതും. ജാഗ്വറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് കൗണ്ടറിൽ നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ഓപ്പൺ കിച്ചൺ വന്നിരിക്കുന്നത്. പാർട്ടീഷൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് എൻട്രൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലാവിൻ തടിയിൽ തന്നെയാണ് പാർട്ടീഷൻ എല്ലാം നൽകിയിട്ടുള്ളത്. നല്ല മോഡേൺ രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. 15x12 ആണ് കിച്ചണിൻ്റെ ഡയമെൻഷൻ. ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കവേർഡ് സ്പേസ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. സ്പേസ് കൂടാനായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളും മുകളിലും താഴെയുമായിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. മോഡേൺ ടെക്നിക്കൊക്കെ വരുന്ന ഒരു സിങ്ക് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. 6 മോഡ് വരെ യൂസ് ചെയ്യാവുന്ന ഒരു സിങ്കാണ് ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 4 BHK ആണ്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 14x15 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് റൂം എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വിശാലമേറിയ റൂം തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോർ നൽകിയിട്ടുള്ളത്. വാൾ റൂപ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട് ഡെക്കറേഷനായിട്ട്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുവാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തടിയിലും സ്റ്റീലിലുമാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മാർബിൾ കല്ലുകളിൽ പണിയേൽപ്പിച്ച സ്റ്റെപ്പുകളാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വലിയൊരു ഹോളാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിൻ്റെ ഒരു ഹോളാണ് ഈ കാണുന്നത്. 12x8 ആണ് ഹാളിൻ്റെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കും നമ്മൾ ഈ ഹാളിൽ നൽകിയിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാളിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ പ്രൊവിഷനും നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 14x15 വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. അട്രാക്റ്റീവായി തോന്നുന്ന ഒരു വാൾ റൂപ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഡെക്കറേഷനായിട്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ആണ് റൂമിന്റെ ഡയമെൻഷൻ. ഒരു വാൾ ടെക്സ്ചർ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാൾ റൂപ്സും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി യൂസ് ചെയ്തിട്ടുമുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത്.
ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ അവസാനത്തെ ബെഡ്റൂം. 15x12 റൂമിന്റെ ഡയമെൻഷൻ. വാൾ റൂപ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വാൾ ടെക്സ്ചർ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുമുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെയാണ് ഫോൾ സീലിംഗ് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂമും. സെറയുടെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ഈ ബാത്റൂമിലും യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാളിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ടെറസിലോട്ടുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ബാൽക്കണി കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രെയിം തന്നെയാണ് ആ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. വീടിന്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 14x9 ബാൽക്കണിയുടെ ഡയമെൻഷൻ. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ബാൽക്കണി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഗ്ലാസിന്റെയും സ്റ്റീൽ ബാർസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന കോർപ്പറേഷൻ ഏരിയയിൽ പണിയെടുപ്പിച്ച ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 1.4 CR ആണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഹോം ലോൺ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതുമാണ്.